ഇനി നമുക്ക് വടക്കോട്ട് പോകാം. ഡിസംബർ 11 വോട്ടെടുപ്പ് നടക്കുന്ന കോഴിക്കോട്ടേക്ക് വന്നാൽ തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ 3 മുന്നണികളും ആത്മവിശ്വാസത്തിലാണ്. തർക്കങ്ങൾക്കിടയിലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന്റെ ആശ്വാസത്തിലാണ് കോൺഗ്രസ്. CPI, RJD തുടങ്ങി സഖ്യകക്ഷികളുമായുള്ള വാർഡ് വിഭജനം പൂർത്തിയാക്കാനുള്ള ചർച്ചകളിലാണ് ഇടതുമുന്നണി. VS രഞ്ജിത്ത് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് VS രഞ്ജിത്ത്. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഡിസംബർ 11 നമ്മൾ കൊച്ചി വരെ വോട്ടെടുത്ത് നിർത്തും 9-ാം തീയതി. 11-ാം തീയതി ആകുമ്പോൾ ഫോക്കസ് ഓൺ മലബാറാണ്. എങ്ങനെയായിരിക്കും കോഴിക്കോട് കോർപ്പറേഷനിലെ സാധ്യതകൾ രഞ്ജിത്ത്? ഇപ്പോഴത്തെ പോരാട്ടം എത്രത്തോളം കടുത്തിട്ടുണ്ട്? സുജയ, നമുക്കറിയാം മലബാറിലെ പോരാട്ടം എന്ന് പറയുമ്പോൾ അത് തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടമാണ്. അതിൽ തന്നെ കോഴിക്കോട് കോർപ്പറേഷന്റെ ഇത്തവണത്തെ പോരാട്ടത്തിൽ മത്സരം കടുക്കും എന്നുള്ളതാണ് മുന്നണികൾ പറയുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി LDFന്റെ കുത്തകയായിട്ടുള്ളതാണ്. 50 വാർഡുകളാണ് LDFന് ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനുള്ളത്. അതിൽ വലിയ അട്ടിമറിയാണ് UDF പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ചെറിയ തോതിലുള്ള വിമതശല്യവും തർക്കങ്ങളുമൊക്കെ UDFനെ അലട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ ആദ്യഘട്ടത്തിൽ 22 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചു. കോഴിക്കോട് കോർപ്പറേഷന്റെ ചുമതല രമേശ് ചെന്നിത്തലയ്ക്കാണ്. ചെന്നിത്തല നേരിട്ടെത്തിയാണ് 22 വാർഡുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ. പക്ഷേ കോൺഗ്രസിന്റെ തന്നെ മറ്റ് 27 വാർഡുകളിൽ തർക്കം നിലനിൽക്കുന്നതുകൊണ്ടാണ് പ്രഖ്യാപിക്കാതെ പോയത്. KPCC ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള PM നിയാസ്, വിദ്യാ ബാലകൃഷ്ണൻ, അതുപോലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ആദം മുൽസി തുടങ്ങിയവരൊക്കെ മത്സരിക്കുന്ന വാർഡുകൾ ഏതാണ് എന്നറിയില്ല. VM വിനുവിനെ മേയർ സ്ഥാനാർത്ഥിയായി ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഏത് വാർഡ് മത്സരിക്കാൻ കൊടുക്കുമെന്ന കാര്യത്തിലും UDFൽ തീരുമാനമായിട്ടില്ല. ലീഗിന്റെ വളരെ വലിയ ശക്തി കേന്ദ്രങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനുണ്ട്. ആ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വിമതശല്യവും തർക്കങ്ങളും നിലനിൽക്കുകയാണ്. അതൊക്കെ നാളെ വൈകിട്ടോടുകൂടി പരിഹരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. CPMനെ സംബന്ധിച്ച് അവരുടെ 2 പ്രധാനപ്പെട്ട ഘടകകക്ഷികളുമായിട്ടുള്ള വാർഡ് വിഭജനം നടക്കുകയാണ്. അത് RJDയും CPIയും തമ്മിലാണ്. BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനുള്ള കോർ കമ്മിറ്റി യോഗം ഇപ്പോഴും തുടരുകയാണ്.